അങ്ങനെ കോൺഗ്രസ് പാർട്ടി അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മാധ്യമത്തെ സമ്പൂർണമായി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഏറെക്കാലം നീണ്ടുനിന്ന തർക്കങ്ങൾക്ക് ശേഷം റിപ്പോർട്ടർ ചാനലിനെയാണ് കോൺഗ്രസ് ബഹിഷ്കരിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരനാണ് ഇത് സംബന്ധിച്ച സർക്കുലർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. കോൺഗ്രസും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള തർക്കങ്ങൾ 2 മാസം പിന്നിടുമ്പോഴാണ് നടപടി. ചാനൽ ആരംഭിച്ചത് മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും രൂക്ഷമാവുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു. ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ അന്ന് രൂക്ഷമായി തുറന്നടിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചാനലിന്റെ രാത്രി ചർച്ചകളിൽ പങ്കെടുത്തിട്ട് 2 മാസം പിന്നിടുകയാണ്. മുമ്പും ഒരിക്കൽ സമാനമായ രീതിയിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിരുന്നു. അന്ന് ചാനൽ പ്രതിനിധികൾ ക്ഷമാപണം പറഞ്ഞ ശേഷമായിരുന്നു പ്രശ്നങ്ങൾ അവസാനിച്ചത്. എന്നാൽ ഇന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാതെ ഇരു കൂട്ടർക്കുമിടയിൽ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. മാനേജ്മെന്റ് നിരന്തരം വിവാദങ്ങളിൽ പെടുന്നതും അവർ ഉൾപ്പെട്ട കേസുകളും ചാനലിന്റെ വിശ്വാസ്യതയ്ക്ക് ഭീഷണി ഉയർത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തുടരുന്ന ബഹിഷ്കരണവും ചാനലിന് വിനയായി മാറി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആയിരുന്നു കോൺഗ്രസിനെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത്. SDPI പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ UDFന് വിജയിക്കുവാൻ കഴിയൂ എന്ന തരത്തിൽ ചാനൽ പ്രതിനിധി റോഷി പാൽ നടത്തിയ റിപ്പോർട്ടിംഗ് ആണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത്. ചാനൽ പ്രതിനിധിയുടെ റിപ്പോർട്ടിങ്ങിനെ മാനേജ്മെന്റ് കൂടി അനുകൂലിച്ചപ്പോൾ കോൺഗ്രസും നിലപാട് കടുപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചാനൽ പ്രതിനിധിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾക്കെതിരെ മാനേജ്മെന്റ് കൂടി നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത്. ഇതിനിടെ ജീവനൊടുക്കിയ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വയനാട് MP സ്റ്റാഫ് അംഗങ്ങളുടെ പേരും എന്ന വാർത്ത റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്തിരുന്നു. പ്രിയങ്ക ഗാന്ധി MP പേഴ്സണൽ സ്റ്റാഫ് അംഗം രതീഷ് കുമാർ, രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്ന മുജീബ് KA എന്നിവരുടെ പേരുകളാണ് കുറിപ്പിലുണ്ടായിരുന്നതെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയാണ് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരണത്തിന് കോൺഗ്രസിനെ ഒടുവിലായി പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. KPCC പ്രസിഡന്റിന്റെ തീരുമാനം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി M ലിജുവാണ് രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾക്കും KPCC ഭാരവാഹികൾക്കും DCC പ്രസിഡന്റുമാർക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും MP മാർക്കും MLA മാർക്കും KPCC മീഡിയ ഇൻചാർജുമാർക്കും കൈമാറിയത്. റിപ്പോർട്ടർ ചാനലിന്റെ വ്യാജ വാർത്തകളെയും സമീപനങ്ങളെയും പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി കണക്കിലെടുത്ത് മാധ്യമ ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കും. ചാനലിന്റെ ഭാഗത്തു നിന്നും മാപ്പ് പറച്ചിലോ കേസുകൾ പിൻവലിക്കുകയോ ചെയ്യാതെ ഇനി സഹകരിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് ഔദ്യോഗികമായി തീരുമാനമെടുത്തെന്നും കത്തിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ ചാനലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അപ്രതീക്ഷിതമായാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ബഹിഷ്കരണം വന്നിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കെ കോൺഗ്രസ് ചാനൽ ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നാൽ അത് ഗുണകരമാവില്ലെന്ന വിലയിരുത്തൽ എഡിറ്റോറിയൽ ബോർഡിനുണ്ടെങ്കിലും തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ റിപ്പോർട്ടറിനുള്ളത്.